ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ ഷോപ്പിലാണ് കേട്ടോ, ബ്യൂട്ടി പാർലറിലെ. അപ്പോൾ രാവിലെ സമയം 9:45. ഒരു സാരി ഉടുക്കലുണ്ട്. സാരി ഉടുക്കാൻ വേണ്ടി വന്നിരിക്കുക, ഉടുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. കസ്റ്റമർ കടയ്ക്ക് വരാനാണ് പറഞ്ഞുള്ളത്. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഇന്ന് പൂരൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ചേച്ചിയുടെ മുരളിയേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലെ പൂരാണ്, പന്തല്ലൂര് എന്ന് പറയും. സൂപ്പറാണ്, വലിയ പൂരാണ്. വെടിക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നല്ല സൂപ്പർ വെടിക്കെട്ടാകുക. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പൂരം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പൂരത്തിന് പോകണം. കടയിൽ ചോറിന് ആൾക്കാരുണ്ട്. ചായക്കുള്ളത് കൊണ്ടുപോയി. ഇനി ചോറിൻ്റെ പണിക്കുള്ളത്, ചോറിൻ്റെ കറികളൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം, ചോറിൻ്റെ പണി എല്ലാവർക്കും ഊണ് കൊടുത്തിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പൂരത്തിന് പോകാനിട്ട്. ദേവുട്ടീനെ രാവിലെ മുരളിയേട്ടൻ കൊണ്ടാക്കി കൊടുക്കും. പിന്നെ വൈകിട്ട് ഞങ്ങൾ പോരുമ്പോൾ എടുക്കും. ഞങ്ങൾ നേരത്തെ പോരും, കാരണം വൈകിട്ട് ഇവിടെ ചപ്പാത്തി പണിയുള്ള കാരണം കുറച്ച് നേരത്തെ പോരണം. അപ്പോൾ ദേവുട്ടി ആ സമയത്ത് വരുമോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവൾക്ക് വൈകിട്ട് മറ്റേത് രാത്രി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവിടെ നിന്ന് വരാറ്. അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം കുറച്ച് നേരത്തെ വരേണ്ട കാരണം ദേവുട്ടീനെ ചിലപ്പോൾ രാത്രി പോയിട്ട് കൊണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വായു, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കടയിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായ കൂടി കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അയ്യോ, വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ വേഗം ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുത്തു. ഇതൊരു തുണ്ടൻ ദോശയും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ ചായ. അവിടെ പ്ലേറ്റ് കഴിഞ്ഞോടിഞ്ഞ് അത് കറി ഇനി ഇവിടുന്ന് എണീറ്റെടുക്കാൻ പോണ്ടേ. അപ്പം അങ്ങനെ മതിയേക്ക് ബാക്കി വെച്ചു കിട്ടാ. താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ബുദ്ധിമുട്ട്. എന്തെങ്കിലും പോയി എണീറ്റെടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അപ്പോൾ ദോശയും സാമ്പാറും ചട്ടണിയും കടയ്ക്ക് കൊണ്ടുപോയത് തന്നെ നമ്മളും കഴിച്ചു കേട്ടോ. ഇന്നും ദോശ തന്നെയായിരുന്നു. ഇന്നലെ അധികം ആൾക്കാരില്ലാത്ത കാരണം മാവ് കുറേ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്നും ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇന്നലെ ആരും അങ്ങനെ വല്ലാണ്ട് കഴിച്ചിട്ടൊന്നുമില്ല, ആരും കഴിക്കാനും വന്നിട്ടില്ല. അങ്ങനെ സാരി ഡ്രാപ്പിങ് ഒരു ഓൺലൈനിൽ നിന്ന് എടുത്തൊരു സാരി ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. സാരി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരു വെള്ള കളർ ജാക്കറ്റും ഒരു നീല കളർ സാരിയും. നല്ല വെള്ള കളർ ജാക്കറ്റ്, രണ്ടും നല്ല എടുത്തറിയണ കളറാണ് കേട്ടോ. പക്ഷെ ജാക്കറ്റ് ഉണ്ടല്ലോ, ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതുവരെ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് എനിക്കും ഒരു ജാക്കറ്റ് എടുക്കണമെന്ന്. സാരിയോ എടുക്കാറില്ല കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒരു നമുക്ക് കോമൺ ആയിട്ട് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റണ ഒരു തരത്തിൽ പറ്റണ ഒരു ജാക്കറ്റ് ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പഫ് വെച്ചിട്ടുള്ള കൈയും പിന്നെ ബോട്ട് എല്ലാം കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട്. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. എന്തോ ആ കുട്ടിക്ക് കറക്റ്റ് ഫിറ്റിങ്ങനെ കിട്ടിയ മാതിരി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ സാരി ഒരുമാതിരി സിൽക്ക്, ആ മെറ്റീരിയലിന് എന്താ പറയുക, ഒരു സിൽക്ക് മാതിരിയുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അത് സാരി കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കായിരുന്നത്. ഞാൻ വന്ന വശം ദേവുട്ടി പോയിട്ടാ. ദേവുട്ടി ചായയും കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ദോശ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് പിന്നെ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, വിശപ്പില്ല ദാഹമില്ല എന്ന് പറഞ്ഞ മാതിരി. എനിക്ക് വേണ്ട അമ്മയ്ക്ക്, വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ദോശ തിന്നടാ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ട അമ്മയ്ക്ക്, അറിഞ്ഞില്ല അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ മുരളിയുടെ അപ്പം കൊണ്ടാക്കി കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് പണിയെന്ന് പറഞ്ഞാൽ ഞാനിന്ന് കൂട്ടുകറി ഓമക്കായും പയറാണ്, പിന്നെ അമരക്കായ ഉപ്പേരി വെച്ചു. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാരി ഉടുപ്പിക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പൊന്നിരി വെക്കണം. അതെനിക്ക് ഓർമ്മ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം മുരളിയായിട്ട് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർമ്മ. അപ്പോൾ ഞാൻ പൊന്നിരിക്ക് ഞാനിപ്പോൾ അരി വെള്ളം അടപ്പത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൈ കഴുകി കഴിഞ്ഞാൽ അരി കഴുകിയിട്ടാൽ മതി. അതും കൂടി എനിക്ക് കുക്കിങ്ങിൻ്റെ ആയിട്ട് പണിയുള്ളൂ. പിന്നെ ഇവിടെ വീട് ക്ലീനിങ് ആണ്, അടിച്ചോറിലെ തുടക്കൽ അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30 ആകുമ്പോൾ, ഞാനിപ്പോൾ 11:20 12:30 ആകുമ്പോൾ ഞാൻ കഞ്ഞിക്കടയിൽ പോകട്ടെ. ഇന്ന് പിന്നെ നമ്മുടെ ഷോപ്പ് ബ്യൂട്ടി പാർലർ സൺഡേ മുടക്കാണല്ലോ. ആരെങ്കിലും ഇതുപോലെ വിളിച്ചാൽ മാത്രം ചെയ്തു കൊടുക്കും. അങ്ങനെ അപ്പം ഞങ്ങളിനി ഉച്ചത്തെ കടയിലത്തെ ഊണൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് പൂരത്തിന് പോവാട്ടോ. ഒരു 3 മണി 3:30 എന്തായാലും ആവും പൂരത്തിന് പോകുമ്പോൾ. അവിടുന്ന് പിന്നെ തിരിച്ചും നേരത്തെ വരും. രാത്രി ഇവർക്ക് ഫുഡ് റെഡിയാക്കേണ്ട കാരണം നമ്മൾ നേരത്തെ പോരും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമല്ലോ.
9 ആളോ 10 ആളാണ് എന്നുള്ളത്. നാട്ടിൽ പോയിട്ട് എത്തിയിട്ടില്ല പകുതി, കുറച്ചും കൂടെ ആൾക്കാർ. അതുകൊണ്ട് 9 ആൾക്കാർ എന്തായാലും ഉണ്ടാവും എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അവർക്കുള്ള ചപ്പാത്തി റെഡിയാക്കണം. അപ്പം നമ്മൾ നേരത്തെ വരും കേട്ടോ. മറ്റേത് ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ രാവിലെ പൂരത്തിന് പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരാറ്. അപ്പം ഇന്ന് എന്തായാലും അങ്ങനെ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ. ഇനി ഞാൻ അടുത്ത ഘട്ടത്തേക്ക് പോകുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. ഒരു രക്ഷയില്ലാട്ടോ, സെൽഫി വീഡിയോ തന്നെയാണ്. നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചോളൂ. കാരണം എത്രയോ ആൾക്കാർ സെൽഫി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ സെൽഫി ആയിട്ട് എടുക്കേണ്ട അതൊന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങാനും ചൂർണ പൂവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ കൂടുതൽ സെൽഫി ഒക്കെ എടുത്തിട്ട് ഇടാറ് കേട്ടോ. പക്ഷേ എപ്പോഴും വീട്ടിൽ മുരളിയായിട്ടുള്ള കാരണം, വീഡിയോ എടുത്ത ഒരാളുള്ള കാരണം എനിക്കങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ആളില്ലാത്ത കാരണം ഞാൻ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് എടുക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ അതിനെ പറ്റിയിട്ട്. എന്താ ക്ലിയർ ഉണ്ടാ, പിന്നെന്താ പറയുക, നീറ്റ് ആവണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ പോട്ടെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ. ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാണ്ടാവും. അപ്പോൾ ഞാനിനി പോയി അടുക്കളയിലേ കുറച്ച് പാത്രങ്ങളോട് കഴുകി വയ്ക്കാം. അത് കഴുകി വെച്ചിട്ട് അടിച്ചോരി തുടച്ച് തുണിയാൾ മെഷീനിൽ ഇട്ടുണ്ട്, തോരടണം. പിന്നെ കുറച്ച് കല്ലുമ്പോൾ തിരുമ്പാളതുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വേഗം വരാം. എന്നിട്ട് 12 ആകുമ്പോൾ അങ്ങോട്ട് പോകണം, കഞ്ഞിക്കടയ്ക്ക് പോകണം. അപ്പോൾ പോട്ടേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം പൂരത്തിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പൂരത്തിന് പോയില്ല കേട്ടാ. മുരളിയേട്ടൻ കടയിൽ നിന്ന് വരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 12 ആകുമ്പോ കടയിൽ പോകണമെന്നൊക്കെ. പക്ഷെ ഞാൻ കടയിൽ പോയില്ല. മുരളിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ചേരം റെസ്റ്റ് എടുത്തൊക്കെ ഇടുന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പൂരത്തിനൊക്കെ പോകണതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ പഴയകളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നു. പിന്നെ മുരളിയേട്ടൻ വരുമ്പോൾ 3:30 ആയപ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്ലാൻ മാറ്റി പിടിക്കാം. കാരണം 3:30 ഇനി ഒന്ന് റെഡിയായി, ഏട്ടൻ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും 4 മണിയാവും. പിന്നെ തിരിച്ച് 5:30 6 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിക്കും തിരക്കിലും നമ്മൾ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു, അപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് പോവാം, നമുക്കിത് നേരത്തെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ട് രാത്രി ആകുമ്പോഴേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ചപ്പാത്തി പണിയിലാട്ടോ. ഒന്ന് ഉറങ്ങി എണീറ്റേണ്ട ലക്ഷണങ്ങളാണ്. തലമുടിയൊക്കെ ഈ കോലത്തിൽ ഇരിക്കുന്നില്ല. പിന്നെ റെഡി ആവാനൊന്നും പോയില്ല. ഇനിയിപ്പോ ചപ്പാത്തിക്ക് നമ്മൾ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചുടാൻ പോവാണ്. പിന്നെതാ ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി. ചപ്പാത്തിക്ക് കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. മുരളിയേട്ടൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയി വന്നപ്പോ ബോണ്ട സുഗിയൻ, ഇത് സുഗിയന്റെ ആള് ദേവട്ടിയാ. മുരളിയേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ട മുട്ട ബജി സമൂസ ഇത് രണ്ടും ഞങ്ങൾക്ക് മാത്രം കഴിക്കാനാ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ. അപ്പൊ ഇനി നമ്മുടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞങ്ങൾ റെഡിയായി പോവും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലായിട്ട് കാണിക്കാം. പൂരപ്പറമ്പ് ഞങ്ങള് പോണ വഴിക്ക് എന്തായാലും പൂരങ്ങളൊക്കെ കയറി പോയിണ്ടാവും അല്ലേ. 3 മണി 3:30 ആകുമ്പോഴല്ലേ ഇപ്പൊ പുറപ്പെടണത് തന്നെ. അതുകൊണ്ട് എന്തായാലും പൂരപ്പറമ്പൊക്കെ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഞങ്ങള് ചായ ഒഴിച്ച് ചപ്പാത്തി ചുട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് വരാം കേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടാളും പോവാൻ റെഡിയായിട്ടാ മുരളിയേട്ടാ. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനി അത് കടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ കേട്ടാ. അപ്പോൾ പോണ വഴിക്ക് പൂരം കണ്ടെങ്കിൽ കാണിക്കാം. കാരണം നേരം വൈകിട്ടല്ലേ പുറപ്പെടിയിക്കണതൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാണിക്കാം. അമ്പലത്തിൻ്റെ വഴിക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കാവും. നോക്കട്ടെ കേട്ടാ, പറ്റണ പോലെ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ. നമ്മുടെ അമ്പലം അടുത്തെത്തിയിട്ടാ. കപ്പലണ്ടി
കരിങ്കാലിയുടെ തിരക്കാണ് കേട്ടാ. കരിങ്കാലി കഴിഞ്ഞ് ഇതാ കരിങ്കാലികൾ പോകും. അയ്യോ വായില് ചോദിക്കാണ്. അങ്ങനെ ഞങ്ങള് അമ്പലപ്പറമ്പ് റൗണ്ട് അടിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. അതിനുള്ളിലൊന്നും കയറാൻ പറ്റില്ല, അവിടെയൊക്കെ നല്ല തിരക്കാണ്. റോഡ് മാത്രമേ കുറച്ച് തിരക്കുള്ളൂ. കൂട്ടി എഴുന്നള്ളിപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ റോഡൊക്കെ ഒന്നും ഇതായില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ വീട്ടിലേക്ക് പോവാ. ദേവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ അമ്മ വരാത്തത് ചോദിച്ചിട്ട്. അപ്പം ഇനി വേഗം ഞങ്ങൾ പോട്ടേട്ടാ.
അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടാ എല്ലാരും ഞങ്ങള് എത്തണതും വിരുന്നുകാരൊക്കെ പൂവില് ഒരുമിച്ചായിരുന്നു കേട്ടോ. അവരൊക്കെ രാവിലെ വന്നവരാണ്. ഞങ്ങൾ എത്തിലും അവര് കാറിൽ കയറലൊക്കെ അനിയനൊക്കെ എല്ലാരും തിരിച്ചു പോയിട്ട്. അപ്പൊ ഇനി ഞങ്ങള് മാത്രമേ ഉള്ളൂ അല്ലേ. ദേവുദാ ഇരിക്കുന്നു, ദിച്ചുട്ടിനും സച്ചുട്ടിനും. എല്ലാവരും ഹായ് പറഞ്ഞ എല്ലാരോടും. എല്ലാരും പോയി ശാന്തരായപ്പോ എല്ലാരും മൊബൈൽ എടുത്ത് ഒതുങ്ങിയില്ലേ. ഇത്ര നേരം നല്ല ജഗലായിരുന്നു കേട്ടാ. ഇന്നലത്തെ മഞ്ഞ് കൊണ്ടതാവൂല്ലേ ജിഷ്മേ ഇത് ചുമയൊക്കെ. ഒരു മൊബൈലുമ്പോ രണ്ടാളും നല്ല തല്ലൂടാണ്ട് നല്ല ശാന്തരായിരുന്നു കാണുന്നുണ്ട് കേട്ടോ അവര്. ദേവു വന്നു. ദേവു അച്ഛന്റെ മൊബൈൽ എടുത്ത് ദേവു ഒരു സൈഡിൽ പോയിരുന്നു. വയ്യാണ്ടായി. ഒരാൾ തട്ടുന്നു. അല്ലെങ്കിൽ എപ്പോഴും പറിച്ചില്ലേ കുറച്ചാ തിന്നിട്ടുള്ളൂ കേട്ടാ. അളയെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, വീട്ടിലെ സ്റ്റൈല. സൂപ്പർ.
അപ്പൊ ഫ്രണ്ട്സ് ചിക്കൻ ബിരിയാണി ഭക്ഷണം കഴിക്കാനായിട്ട് നേരം 10:45 സമയത്തറിയാം. ചേച്ചീനെ മാത്രം നേരത്തെ കാണിച്ചില്ല കേട്ടോ. ചേച്ചി ഭയങ്കര ബിസിയിലായിരുന്നു. ഞങ്ങള് 10 എത്ര സമയവും 10 മണിയാവണോ? 10 മണിയാവും 10 മിനിറ്റ്. ഇപ്പൊ കണ്ടതേ നമ്മുടെ ഫ്രണ്ടില് ശിങ്കാരി മേളം കുറച്ചു നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഒന്ന് ചാടി കളിക്കാൻ വേണ്ടിട്ട് രാത്രി കുറച്ചു നേരം കൊട്ടിച്ചതാ തോന്നുന്നു. അപ്പൊ ഒരു ആനേനും കിട്ടി. ഞങ്ങൾ ഇതുവരെ ആനേനെ കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നു. ആനേനെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാറിയിട്ട് അവസാനം ആനേനെ പട്ടെടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗം കിട്ടി നമുക്ക്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങൂട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ. അപ്പൊ പിന്നെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ. സിനിമ പാട്ട് കോപ്പിറൈറ്റ് കോപ്പിറൈറ്റിന്റെ കാര്യം മറന്നു.